നിങ്ങൾ കൈയും വെച്ചിട്ട് ബോഡി അങ്ങോട്ട് വെച്ചാൽ എനിക്ക് കാലം ഇവിടെയും വെക്കാൻ പറ്റത്തില്ല, ഇവിടെയും വെക്കാൻ പറ്റില്ല. ഇങ്ങനെ വളച്ച് നീ കിടക്കാൻ പറ്റൂലല്ലോ. ഒന്നെങ്കിൽ ഇച്ചിരി ഇങ്ങോട്ട് കിടക്ക്, ഇല്ലെങ്കിൽ ഇച്ചിരി ഇങ്ങോട്ട് കിടക്ക്. ഒന്നെങ്കിൽ ഇങ്ങോട്ട് കിടക്ക്, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കിടക്ക്. എനിക്ക് കാറ്റ് കൊള്ളാനല്ല, ഈ കാല് വെക്കാനാ ബ്രോ. കാലിനെ ഇങ്ങനെ വെക്കാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കണതല്ല, നിനക്ക് കാറ്റ് കൊള്ളാനാണെങ്കിൽ ഞാൻ മാറി കിടക്കാം. എനിക്ക് അവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കിടക്കാം. ഇതൊക്കെ നിങ്ങൾ ഒന്ന് കണ്ണു തുറന്ന് ഞാൻ കിടക്കുന്ന നോക്ക്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ജിൻഡോക്കൊക്കെ എനിക്ക് കാല് മടക്കി കിടക്കാൻ പറ്റും. അവിടെ എല്ലാം കിടക്കുന്നുണ്ട് ജാസ്മിനോടെ. നീ കാല് നേരത്തെ നമ്മളൊന്ന് മയങ്ങിയപ്പോ കിടന്നില്ലേ, അതുപോലെ കിടക്ക്. എപ്പോഴും ചെയ്യുന്ന തെറ്റതാണ്. നിങ്ങളോടൊരു മര്യാദ ഞാൻ കാണിക്കുന്നത്. നിങ്ങളോട് എന്ന് എന്റെ മര്യാദ നിൽക്കുന്നോ അന്ന് ഞാൻ കറക്റ്റ് ചെയ്യാൻ തുടങ്ങും. എന്റെ പൊന്നു ജാസ്മിൻ, അവിടെ കുടം വെക്കേണ്ട സ്ഥലം. അവിടെ കുടം വെച്ചാലും പടി വെച്ചാലും വലിയ ഷോ ഇറക്കി തന്നെ എന്റെ വരരുത്. ജിൻഡോ ഏട്ടാ, ഇത് ക്രോസ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾ രണ്ടുപേർക്കും AC കിട്ടും. ഇങ്ങനെ ഇട്, എന്നിട്ട് ഇങ്ങനെ കിടക്ക്, ഇങ്ങനെ കിടക്ക്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേരും കിട്ടും. പൊന്നു ശരണേച്ചി, ഇവിടെ ഒരു ചെറിയ കൂളിംഗ് ഉണ്ടെന്നേ ഉള്ളൂ. AC തേങ്ങയൊന്നും ഇല്ല. ഇവിടെ വരെ വന്നിരുന്ന് നോക്കി, ഇവിടെ വരെ അത്രേ ഉള്ളൂ. ഞാൻ ആകെ എന്റെ കൂളിംഗ് കിട്ടുന്നുണ്ടോ? എന്നാ ആ കൂളിംഗ് അവിടെ നിന്നോട്ടെ. കാല് നിവർത്തി വെക്ക്, എന്നിട്ട് ബോഡി സ്ട്രൈറ്റ് ആയിട്ട് വെക്ക്. ബോഡി സ്ട്രൈറ്റ് ആയിട്ട് ഇതൊന്ന് ഒതുക്കി പിടിച്ചാൽ ഞാൻ നേരെ ചൊവ്വ കിടക്കും. ഇത് ഇപ്പൊ കിടന്നിട്ട് ഇവർ അങ്ങോട്ട് പോകുമ്പോ കൈ ഇവിടെ വെച്ചിട്ട് ബോഡി ഇങ്ങോട്ട് അവൾക്ക് AC കിട്ടുന്നത് പ്രശ്നമല്ല. പ്രശ്നം അല്ലേ? ഒരു കാര്യം, ഞാൻ അവിടെ കിടക്കാം, അവിടെ കിടന്നോട്ടെ. അവളാണ് ബാക്കിൽ കിടന്നോട്ടെ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ബാക്ക് അടിച്ചാ പിന്നെ AC കിട്ടില്ല. എനിക്ക് ആ കൂടി തലയിൽ മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് കിടക്കാൻ കൊണ്ട് ഇരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എനിക്ക് വളരെ മാന്യമായിട്ട് അതാണ് വേണ്ടത്. ഇത്ര ചേട്ടാ, ഇത് കാണുന്നവർക്കൊക്കെ ചേട്ടന്റെ മനസ്സിലെന്താ എല്ലാവർക്കും അറിയാം. ചേട്ടന്റെ മനസ്സിലെന്താ എല്ലാവർക്കും അറിയാം. ചേട്ടന്റെ മനസ്സിലെന്താ എല്ലാവർക്കും അറിയാം. വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത്. ചേട്ടൻ മേളിൽ അവള് താഴെ കിടന്നോളൂ. അവള് എഴുതി തന്നില്ലേ? ഇവിടെ തല വെച്ചിട്ട് ഈ ബെഡ്ഷീറ്റ് ഇങ്ങനെ ഇട്ടിട്ട് തല ഇവിടെ വെച്ചിട്ട് അവൾ അവിടെയല്ലേ കിടക്കുന്നേ. ചേട്ടന്റെ തല ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് എണീറ്റാ അവൾ അവിടെ ചാടി കിടക്കും. പിന്നെ ഈ വിഷയൊക്കെ തീരും. ഇവിടുന്ന് എണീറ്റാ അവൾ അവിടെ ചാടി കിടക്കും. പിന്നെ ഈ വിഷയൊക്കെ തീരും. ഇവിടുന്ന് എണീറ്റാ അവൾ അവിടെ ചാടി കിടക്കും. പിന്നെ ഈ വിഷയൊക്കെ തീരും. ഇപ്പൊ ഇത്രയും ആൾക്കാരെ ഇവിടെ കൊണ്ട് എത്തിച്ചില്ലേ, അതാണ് അയാളുടെ മെഡിക്കൽ. മിണ്ടി പോരുന്നു അയാളുടെ. ജാൽ സാർ വരട്ടെ, ബാക്കി അവിടെ സംസാരിക്കാൻ നമുക്ക്. ചേട്ടൻ ഇവിടെ തന്നെ കിടക്കണം പറയുന്നത്. ജാസ്മിൻ എന്തെങ്കിലും ചെയ്തോളാം. ജാസ്മിൻ ഇവിടെ എന്തെങ്കിലും ജാസ്മിൻ ഇപ്പൊ ജിൻഡോ ഇപ്പൊ ഇങ്ങനെ തന്നെ കിടക്കുവാണെങ്കിൽ ജാസ്മിൻ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ആവട്ടെ. അവിടെ നിങ്ങൾ ചോദിക്കണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാവുള്ളൂ.